തന്റെ പണം ഇനി താൻ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഈ കടലാസ തുണ്ടുകൾ വാരിക്കൊണ്ടുപോയി താൻ കണ്ടുപിടിക്കവരെ. ദേ, ഈ കൈയുള്ളപ്പോൾ ഞാൻ ജീവിക്കാം. എന്റെ ചിത്രങ്ങളെ വെല്ലാൻ മറ്റൊരുത്തനുമില്ല ഇന്ന് ഈ ലോകത്ത്. അത്രേ ഉള്ളൂ. അപ്പോ ഈ കൈയുടെ ബലത്തിലാ നീ എന്നെ വെല്ലുവിളിച്ചത്. ഈ കൈ നിനക്കിനി പ്രയോജനപ്പെടില്ല. അയ്യോ എന്റെ കൈ. അയ്യോ ഇനി പോവാൻ നിനക്ക്. നീ മേലാൽ പടം വരയ്ക്കില്ല. നീയോ ഇറങ്ങി പോടാ. ഓരോന്നിന്റെ മണം അടിക്കുമ്പോ തന്നെ ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ തോന്നുന്നു. എന്താ സീതമ്മയ്ക്ക് വിശപ്പ് തുടങ്ങിയോ? ഞാൻ കഴിക്കുന്ന സമയാവുന്നതേ ഉള്ളൂ. പക്ഷെ നിന്റെ കറികളുടെ മണം അടിച്ചപ്പോഴേ വിശപ്പ് തോന്നിപ്പോയി. ഇന്ന് കാര്യായിട്ടാണല്ലോ. ഏയ് അത്രയ്ക്കൊന്നുമില്ല. പ്രസാദേട്ടന് ഇഷ്ടമുള്ള 1-2 കറികൾ വെച്ചോന്നേ ഉള്ളൂ. പിന്നെ തോരനും മെഴുക്ക് വരട്ടിയും പച്ചടി. അതിനെയാ നാട്ടുഭാഷയില് സദ്യ ഒരുക്കാന്ന് പറയുന്നത്. ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. നന്നായി മോളെ. ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ഭക്ഷണം ഒരുക്കുന്നത് തന്നെയാ ഉത്തമ ഭാര്യ ധർമ്മം. ആരതി ആര്യൊക്കെ നിന്നെ കണ്ടു പഠിക്കട്ടെ. നാവിലൂടെ ഭർത്താവിന്റെ ഹൃദയം കീഴടക്കാൻ പറ്റൂന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ആരുടെയും ഭാര്യയല്ല സീതമ്മേ. ആരതിയുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള ഒരു കോൺട്രാക്ട് മാത്രമാ എന്റെ ഈ ഭാര്യാവേഷം. എന്നെങ്കിലും സത്യം അറിയുമ്പോ എന്നെ വെറുക്കല്ലേ. അല്ല, എന്താലോചിച്ചോണ്ട് നിക്ക. മോള് പോയി പ്രസാദിനെ കഴിക്കാൻ വിളിക്ക. ഭക്ഷണം ഉണ്ടാക്കി ടേബിളിൽ വെച്ചാ മാത്രം പോരാ. വിളിച്ചിരുത്തി സ്നേഹത്തോടെ വിളമ്പി കൊടുക്കണം ഭാര്യമാര്. ഞാൻ വിളിച്ചാ ഇഷ്ടാവോ? രാവിലെ മുതൽ എന്നോട് ദേഷ്യമാണല്ലോ പ്രസാദേട്ടന്. ചെല്ലുമോളെ, ചെന്ന് വിളിക്ക്. സീതമ്മ ചെന്ന് വിളിച്ചാ മതി. ഞാനോ? മോളല്ലേ അത് ചെയ്യേണ്ടത്. വേറൊന്നുമല്ല, ചമ്മന്തി അരയ്ക്കാൻ മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചപ്പോഴാ കറണ്ട് പോയത്. സീതമ്മ പ്രസാദേട്ടനെ കൂട്ടിക്കൊണ്ടു വരുമ്പോഴേക്കും ഞാനത് അരച്ചെടുക്കാം. ഇത്രയൊന്നും പോരാഞ്ഞിട്ടാണോ ചമ്മന്തിയും കൂടി? എന്തായാലും പ്രസാദിന്റെ ഭാഗ്യ നീ. ഞാൻ വിളിക്കാം.
പ്രസാദേട്ടൻ എന്തി വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കുറെ വിളിച്ചു. അവന് തലവേദനയാ, അത്താഴം വേണ്ടാന്ന്. വിഷമായോ? സാരയില്ല, ജോലിയുടെ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ തലവേദനയാവും. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ ഏറെ ആഗ്രഹിക്കുന്നത് ഭാര്യമാരുടെ സാന്നിധ്യമാ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. ഉഫ്, ഇങ്ങനൊരു മണ്ടി. എന്റെ മോളെ, നീ ആ റൂമിൽ ചെന്ന് ബാമോ എടുത്ത് മുകളിലേക്കൊന്ന് ചെല്ല്. അവിടെ നിപ്പുണ്ട് പ്രസാദ്. സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിച്ച് ഇത്തിരി ബാമൊക്കെ പുരട്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവാ. നീ വിളിച്ച പ്രസാദിന് വരാതിരിക്കാൻ പറ്റുമോ? എന്താ ഇത്ര ആലോചിക്കാൻ? ബാമോ എടുത്തോണ്ട് ചെല്ല് മോളെ, ചെല്ല് ചെല്ല. ക്ഷമിക്കണേ രാധേ, നിന്നെ മാത്രമേ സ്നേഹിക്കുമെന്ന് വാക്ക് തന്നിട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സ് പതറിപ്പോയതിന് എന്നോട് ക്ഷമിച്ചേക്കണേ. പ്രസാദേട്ടാ, തലവേദനയായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? സാരമില്ല, ഈ ബാം പുരട്ടിക്കോ, വേഗം മാറിക്കോളും. ഞാൻ പുരട്ടിത്തരാം. വേണ്ട. എന്തെങ്കിലും മരുന്ന് ചെയ്യാതിരുന്ന തലവേദന കൂടുകയുള്ളൂ. ബാം പുരട്ടിയിട്ട് ഇത്തിരി ആവി കൂടി കൊണ്ടാ മതി. ഞാനല്ലേ പറയുന്നേ? ദാ തേക്ക്. വേണ്ടാന്ന് ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ നിനക്കെന്ന് മനസ്സിലാവില്ലേ? പുറകെ നടന്നിങ്ങനെ താലോലിക്കാൻ ഞാനിത് കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതോ പതിയെ ഞാനെല്ലാം മറന്ന് നിന്റെ ഭർത്താവായിട്ട് മാറുമെന്ന് കരുതുന്നുണ്ടോ? നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്ക് അത് കൊരുത്തിട്ടിരിക്കുന്ന ചരടിന്റെ പോലും വിലയില്ലെന്ന് ഓർമ്മ വേണം. അത്രയും വിലയും സ്ഥാനമോ ഭാര്യ എന്ന നിലയിൽ എന്റെ ജീവിതത്തിൽ നിനക്കില്ല. ഞാനതിനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എല്ലാം ഒരു വേഷം കെട്ട് മാത്രമാണെന്ന് എനിക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത്. അതെ, ആരതിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ നീ വേഷം കെട്ടി. മുരളിക്ക് വേണ്ടി ഞാനും. അന്യത നമ്മള്. അതിനപ്പുറം ഒരു ഭാര്യയുടെ അടുപ്പമോ പരിചരണമോ അവകാശമായോ എന്റെ മുമ്പിൽ നീ വന്ന് നിൽക്കരുത്. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കും, ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ മരുന്ന് കഴിക്കും. ഇതിനൊന്നിനു വേണ്ടി എന്നെ ക്ഷണിക്കാനോ എന്റെ മുമ്പിൽ പ്രേമപ്രകടനം നടത്താനോ നീ വരണ്ട, പ്ലീസ്. എന്റെ മുമ്പിൽ നിന്ന് എന്തിനാ കരയുന്നേ? ഞാൻ കാര്യോ പറഞ്ഞത്, അത് മനസ്സിലാക്കി പെരുമാറുക വേണ്ടത്. ഇവിടുന്ന് ഒന്ന് പോയി തന്നാ എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കായിരുന്നു. പുറകെ നടന്നിങ്ങനെ താലോലിക്കാൻ ഞാനിത് കൊച്ചുകുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അതോ പതിയെ ഞാനെല്ലാം മറന്ന് നിന്റെ ഭർത്താവായിട്ട് മാറുമെന്ന് കരുതുന്നുണ്ടോ? ഇവിടുന്ന് ഒന്ന് പോയി തന്നാ എനിക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കായിരുന്നു.
വാ പോവാം. വേണ്ട, ഞാൻ തന്നെ ചോദിക്കോളാം. ഇത് പിടിക്കും. പ്രസാദേ, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്ത് എന്ത് നടന്നു എന്നാ? മറക്കണ്ട, അഞ്ജലി നീ സംസാരിക്കുമ്പോ ഞാനും ഉണ്ടായിരുന്നു സാക്ഷിയായി. ഈശ്വര, ഞാനും അഞ്ജലിയും ഭാര്യ ഭർത്തക്കന്മാരെ അഭിനയിക്കണമെന്ന സത്യം പുഷ്പൻ ചേട്ട അറിഞ്ഞു കാണോ? എന്താ നീ മറുപടി പറയാത്തത്? പുഷ്പൻ ചേട്ട, അതൊരു പ്രത്യേക സാഹചര്യത്തില്. എന്ത് സാഹചര്യം? അത് ഏതു സാഹചര്യത്തിലായാലും നീയായി അഞ്ജലിയുടെ കണ്ണ് നിറയ്ക്കരുതായിരുന്നു. നീ താലി കെട്ടിയ ഭാര്യയല്ലേ പ്രസാദേ അവള്? അപ്പോ പുഷ്പൻ ചേട്ടൻ ഞങ്ങൾ സംസാരിച്ചത് കേട്ടില്ലായിരുന്നോ? നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചതെന്നോ എന്തിനാ വഴക്കിട്ടതെന്നോ എനിക്കറിയില്ല. ഞാൻ വരുമ്പോ നീ അവളോട് ദേഷ്യപ്പെടുന്നത് കണ്ടു, ആ കുട്ടി കരഞ്ഞോണ്ട് പോകുന്നതും കണ്ടു. എന്തിനാ നീ അവളെ വേദനിപ്പിച്ചത്, ദേഷ്യപ്പെട്ടത്? അതിന് ചില കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങൾ? അഞ്ജലി എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മോശമായി സംസാരിച്ചോ? പെരുമാറിയോ? ഒരിക്കലും ആ കുട്ടി അങ്ങനെ ചെയ്യില്ലെന്ന ഉറപ്പോടെയാ ഞാൻ ഈ ചോദിക്കുന്നത്. മറുപടി പറ പ്രസാദേ. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഞാനല്ലെങ്കിൽ പിന്നെ ആരാ അന്വേഷിക്കേണ്ടത്? അഞ്ജലി ഇവിടെ വന്ന കാലം മുതൽ കാണുന്നതാ ഞാൻ. അതിന്റെ ഒരു നന്മ ശരിക്കും തിരിച്ചറിയാൻ നിനക്ക് കണ്ടില്ലെങ്കിൽ വേണ്ട. എന്റെ കണ്ണ് കൂട്ടിക്കെട്ടാൻ നോക്കരുത്. നീ ചെയ്യുന്നത് തെറ്റാ പ്രസാദ്. മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, അഞ്ജലിയോട് പ്രവർത്തിച്ചതും പറഞ്ഞതൊക്കെ ശരിയാണോന്ന്. 100% വേണ്ട, 1% അല്ല, ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെ പറ്റൂ. അഞ്ജലി വരുന്നതിന് മുമ്പ് ഞാൻ ജീവിച്ചല്ലേ, ബിസിനസ് നടത്തിയിരുന്നു. ഇനിയും അങ്ങനെ മതി. അബദ്ധം, ഭൂലോക അബദ്ധമാണ് നീ പറയുന്നത്. ലക്ഷ്മിയാ അവള്, മഹാലക്ഷ്മി. വലത് കാല് വെച്ച് കയറിയാൽ അവിടെ ഐശ്വര്യം നിറയ്ക്കുന്നവൾ. ഈ വീടോ നീയോ അവൾക്ക് എന്തെങ്കിലും കൊടുത്തോ? കുറെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. വീടിന്റെ ഉത്തരവാദിത്തം, നിന്റെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്തം, നിന്റെ ജീവിതത്തിന്റെയും ബിസിനസിന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലേ? അവൾ ഈ വീടിനെ ഐശ്വര്യം കൊണ്ട് അലങ്കരിച്ചു. നിന്റെ സഹോദരങ്ങളെ സാഹോദര്യം കൊണ്ട് നിറച്ചു. നിന്റെ ജീവിതത്തെയും ബിസിനസിനെയും വളർച്ചയിലാക്കി. അതാ ആ പെൺകുട്ടിയുടെ നന്മ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. പകരം നീ എന്താ അവൾക്ക് കൊടുക്കുന്നത്? കണ്ണുനീര്. മനസ്സുരുകിയും പറച്ചും അവൾ പിന്നെയും പിന്നെയും നിന്റെ പുറകെ വരുമ്പോ എടുത്ത് തലയിൽ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പകരം ആട്ടി ഓടിക്കാതെങ്കിലും ഇരുന്നൂടെ മനുഷ്യത്വത്തിന്റെ പേരിൽ? നിന്റെ നല്ലതിനു വേണ്ടി, ഈ വീടിന്റെ ഐശ്വര്യത്തിനു വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടക്കുന്ന ആ പെൺകുട്ടി കണ്ണീരോടെ ഈ രാത്രി ഉറങ്ങാതിരുന്നാൽ, മേശ നിറച്ച് വിഭവങ്ങൾ ഒരുക്കിയിട്ട് പട്ടിണി കിടന്നാൽ, ഞാൻ മാത്രമല്ല ഒരു ഈശ്വരനും നിന്നോട് ക്ഷമിക്കില്ല പ്രസാദ്. പ്രായത്തിന്റെ അനുഭവം കൊണ്ടാണ് ഈ പറയുന്നത്. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അഞ്ജലി, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഓ,
ഇത്രയും നേരം ദേഷ്യത്തിൽ കടിച്ചു കയറാൻ നിന്ന് ഞാനെന്താ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. സോറി, ഇന്ന് രാവിലെ മുതൽ എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു. ഇവന്റിന്റെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷൻ. ഒരുതരം വല്ലാത്ത മാനസികാവസ്ഥ നിൽക്കുമ്പോഴായിരുന്നു താൻ വന്ന് ഓരോന്ന് ചോദിച്ചത്. മാവിട്ട് എന്തൊക്കെയാ ഞാൻ പറഞ്ഞെന്ന് പോലും ഓർക്കുന്നില്ലേ. പറ്റുമെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ക്ഷമിച്ചോളാം. പറ, ക്ഷമിക്കൂ എന്നോട്. പ്രസാദേട്ടൻ എന്നോട് ക്ഷമ പറയുകയൊന്നും വേണ്ട. തെറ്റ് പറ്റിപ്പോയാ വേറെന്താ ചെയ്യാ? ക്ഷമ ചോദിക്കല്ലാതെ. സാരമില്ല, സാരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കി വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ വിളമ്പിത്തരാം. എന്താ വേണ്ടാത്തെ? കഴിച്ചൊന്ന് കള്ളം പറയാനാണെങ്കിൽ അത് വേണ്ട. എനിക്ക് വിശപ്പില്ല. കള്ളം. എന്നോടുള്ള പിണക്കം തീർന്നിട്ടില്ല, അത് തന്നെ കാരണം. സോറി പറഞ്ഞു കഴിഞ്ഞാലും പിണക്കം മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്നത് അത്ര നല്ല ക്വാളിറ്റി അല്ല. എനിക്കൊരു വിരോധവും ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ വിളമ്പിത്തരാമെന്ന് പറഞ്ഞത്. വേറൊന്നുമല്ല, വിശക്കാഞ്ഞിട്ടാ. ശരി, താൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് ചത്തൊന്നും പോകത്തില്ലല്ലോ. പ്രസാദേട്ടാ, അത്താഴപ്പട്ടിണി കിടക്കണ്ട, ഞാനും കൂടി കഴിക്കാം. എങ്കിൽ പിന്നെ വാടോ. ചോറ് ഇത്രയും മതിയോ? ഏയ് മതി മതി, കുറച്ചു മതി. അല്ല, താൻ കഴിക്കുന്നില്ലേ? പ്രസാദേട്ടൻ കഴിച്ചോ, വിളമ്പിത്തരണ്ടേ? ഞാൻ അത് കഴിഞ്ഞിട്ടിരുന്നോളാം. ഏയ് അത് വേണ്ട, എന്റെ കൂടെ അങ്ങ് ഇരുന്നാ മതി. എങ്കിൽ ഞാൻ വിളമ്പിയിട്ടിരുന്നോളാം. തനിക്ക് മാത്രമല്ല എനിക്കും അറിയാം വിളമ്പാൻ. ഇരിക്കും. കുറച്ചു മതി. പ്രസാദേട്ടന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഏയ് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉഗ്രൻ കറികൾ കൂടെ ആയപ്പോ ഞാൻ ശരിക്കും കഴിച്ചു. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പ്രസാദേട്ടനും കൂടി വന്നിരുന്നു, അതല്ലേ സത്യം? എനിക്ക് പ്രസാദേട്ടനെ നന്നായിട്ട് അറിയാം, കൈവെള്ളയിലെ രേഖ പോലെ. വെറുതെ പറഞ്ഞതല്ല, പ്രസാദേട്ടന്റെ ഓരോ മാറ്റവും ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ആളാ ഞാൻ. പക്ഷേ എന്നിട്ടും
പലപ്പോഴും പ്രസാദേട്ടൻ എനിക്ക് പിടിതരാതെ നടക്കുക. എന്തുകൊണ്ടാ അതെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. അതൊക്കെ അഞ്ജലിക്ക് വെറുതെ തോന്നുന്നത്. അല്ല, അല്ലാന്ന് എനിക്കും അറിയാം, പ്രസാദേട്ടനും അറിയാം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാമോ? എന്ത് കാര്യം? രാവിലത്തെ മൂഡ് ഓഫിന്റെയും ടെൻഷന്റെയും കഥ കള്ളക്കഥയല്ലേ? ഇതുവരെയും ഞാൻ കാണാത്തൊരു മുഖമായിരുന്നു ഇന്നത്തെ പ്രസാദേട്ടന്റെ മുഖം. മനസ്സില് പ്രസാദേട്ടന് ഞാൻ വലിയ സ്ഥാനമായിരുന്നു തന്നിരുന്നത്. അടുപ്പവും ബഹുമാനവും മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടു, വല്ലാത്ത രീതിയിൽ ശകാരിച്ചു. അതിനർത്ഥം ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് തന്നെയാ. ഏയ്, അങ്ങനൊന്നുമില്ല. ഉണ്ട്, എനിക്കറിയാം. എന്തായാലും തുറന്നു പറയേ. നാളെ അതേ തെറ്റ് ആവർത്തിച്ച് പ്രസാദേട്ടന്റെ മുൻപിൽ കുറ്റക്കാരിയാവാൻ എനിക്കിഷ്ടമല്ല. ഒരു വാക്കുകൊണ്ടുപോലും പ്രസാദേട്ടൻ എന്നെ നോവിച്ച അത് ഞാൻ സഹിക്കില്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, അത്രയൊക്കെ പറയാൻ മാത്രം എന്ത് കുറ്റമാ ഞാൻ ചെയ്തത്? ഒന്നുമില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞില്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ? ചോദിക്കും. ശരിയായ ഉത്തരം കിട്ടുന്നതുവരെ ഞാൻ ചോദിക്കും. കാരണം അത്രയ്ക്ക് വിഷമിച്ചു, സങ്കടപ്പെട്ടു ഞാൻ. അതെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? പറ പ്രസാദേട്ടാ.